നമസ്കാരം. അങ്ങനെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ CPMന്റെ കേരള ചരിത്രത്തിൽ പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർ ശബ്ദമുയരുകയാണ്. മെയ് 4 വരെ പാർട്ടിക്കുള്ളിൽ ആരും തഴയാത്ത, ചോദ്യം ചെയ്യാൻ ഒരൊറ്റ നേതാവ് പോലും ഇല്ലാതിരുന്ന പിണറായി വിജയൻ എന്ന സൂര്യനിത അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പ്രതിപക്ഷ നേതൃനിരയിലേക്ക് KN ബാലഗോപാൽ വരുമെന്നായിരുന്നു ആദ്യ പ്രചാരണം. എന്നാൽ കസേരമോഹം മൂത്ത് വീണ്ടും അത് പിണറായിയിലേക്ക് തന്നെ എത്തിയപ്പോൾ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നത് വൻ അഗ്നിപർവ്വതമാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് കണ്ണൂരിൽ പാർട്ടി PB അംഗം പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ തുറന്ന വിമർശനമുയരുന്നത്. പിണറായിയുടെയും ഗോവിന്ദന്റെയും സ്വന്തം തട്ടകമായ കണ്ണൂരിലും പത്തനംതിട്ടയിലും ഇരുവർക്കും നേരെ അണികൾ തന്നെ പരസ്യമായി വിരൽ ചൂണ്ടുന്ന സാഹചര്യം. അഴീക്കോടൻ മന്ദിരത്തിൽ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ്. ഇതാദ്യമായാണ് ഒരു PB അംഗമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കണ്ണൂരിലെ നേതാക്കൾ പരസ്യമായി തുറന്നടിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് പിണറായി വിജയന്റെ അഹങ്കാരവും MV ഗോവിന്ദന്റെ ധാർഷ്ട്യവുമാണ് പാർട്ടിയെ ഈ പരുവത്തിലാക്കിയതെന്ന് നേതാക്കൾ മുഖത്തു നോക്കി പറഞ്ഞു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ ഞെട്ടിക്കുന്ന പരാജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. പാർട്ടി നേതൃത്വം ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ തിരുത്തിക്കുമെന്ന് അണികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അവിടെയും തീരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സാധാരണ പ്രവർത്തകൻ ചോദ്യം ചോദിക്കാനായി തുനിഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുന്ന പിണറായി അഹങ്കാരത്തോടെ പറഞ്ഞത് വോട്ടർമാർക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് യോഗത്തിൽ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഈ വിമർശനങ്ങൾ മുഴുവൻ കേട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തല കുനിച്ചിരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂരിൽ മാത്രമല്ല, ഇന്ന് നടക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലും പിണറായിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. പിണറായിക്ക് പ്രായപരിധി ഇളവ് നൽകിയത് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ മാത്രമാണെന്നും തോറ്റ തൊപ്പിപ്പാളയുമായി വന്ന അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത് വൻ തെറ്റാണെന്നും അതുടൻ റദ്ദാക്കണമെന്നുമായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്കാർക്ക് അന്യമായിരുന്നെന്നും സഖാക്കൾക്ക് ഒരു വിലയും നൽകിയില്ലെന്നും നേതാക്കൾ തുറന്നടിച്ചു. കണ്ണൂരിലേക്ക് വീണ്ടും നോക്കിയാൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒരു കൂട്ടുത്തരവാദിത്വവും കാണിക്കുന്നില്ലെന്നും അപക്വമായാണ് പെരുമാറുന്നതെന്നും വിമർശനമുണ്ട്. P കുഞ്ഞികൃഷ്ണനെ പാർട്ടി ചെറുതായി കണ്ടു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് അണികളുടെ വികാരത്തിന് വിരുദ്ധമായിരുന്നു. മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിടുമെന്ന് EP ജയരാജനും MV ജയരാജനും മുൻകൂട്ടി അറിഞ്ഞിട്ടും തടയാൻ കഴിഞ്ഞില്ല. പിണറായി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ താൻ പാർട്ടി വിടില്ലായിരുന്നുവെന്ന് TK ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ഗോവിന്ദൻ സംഘടനയെ നോക്കുന്നതിന് പകരം സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നും പത്തനംതിട്ടയിൽ നിന്നും വിമർശനമുയർന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെതിരെ പാർട്ടിയിൽ കലാപം കടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒഫീഷ്യൽ വസതിയായ കൺട്രോൾമെന്റ് ഹൗസിലേക്ക് മാറില്ലെന്നും ഇപ്പോൾ എടുത്തിരിക്കുന്ന വാടക വീട്ടിൽ തന്നെ തുടരുമെന്നുമാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പിണറായിയെ വെച്ചുകൊണ്ട് ഇനി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് താഴെത്തട്ടിലുള്ള സഖാക്കൾക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് CPM. ഒരു കാലത്ത് പിണറായിയുടെ വാക്കിന് മറുവാക്കില്ലാതിരുന്ന പാർട്ടിയിലാണ് ഇന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാനായി മുറവിളി കൂട്ടുന്നത്.